Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ സ്ട്രെയിൻ ഗേജ് എന്താണെന്നും അതുപോലെ തന്നെ ലോഡ് സെൽ ഈ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ ഗേജ് എങ്ങനെയാണ്, എന്താണ് അതിന്റെ വർക്കിംഗ്, എങ്ങനെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോഡ് സെല്ലും എന്താണെന്ന് നോക്കുന്നു, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് സ്ട്രെയിൻ ഗേജ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെസിസ്റ്റർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഒബ്ജക്റ്റിന്റെ സ്ട്രെയിൻ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റർ ടൈപ്പ് ആണ് നമുക്ക് സ്ട്രെയിൻ ഗേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു ഡീഫോർമേഷൻ നമുക്ക് അവിടെ ഒക്യൂർ ആകുന്നുണ്ട്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡീഫോർമേഷൻ ഒക്യൂർ ആവുകയും അത് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിൽ തന്നെയായിരിക്കും നമുക്ക് ആ ഒരു ഡീഫോർമേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് കംപ്രസീവും ആകാം, അതല്ലെങ്കിൽ ഒരു ടെൻസൈലും ആകാം. അതിന് നമുക്ക് സ്ട്രെയിൻ എന്ന് പറയാം. നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കംപ്രസീവിലായിരിക്കും, അതല്ലെങ്കിൽ ടെൻസൈലിലാകാം. ഓക്കെ, ഇത് നമുക്ക് സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് ഡീഫോം ആകുമ്പോൾ അതിന്റെ ആ ഒരു എലാസ്റ്റിസിറ്റി ഉണ്ടാകും, അതായത് അതിൻ്റെതായ ഒരു ലിമിറ്റ് ഉണ്ടാകുമല്ലോ. ആ ഒരു ലിമിറ്റിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുന്നത്? അതിന്റെ ഡീഫോംസ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിന്റെ ഫലമായിട്ട് നമുക്ക് റെസിസ്റ്റൻസിൽ എൻഡ് ടു എൻഡ് റെസിസ്റ്റൻസിൽ ഒരു ചേഞ്ച് വരെ ഒക്യൂർ ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, ഒരു ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞ പോലെ ഡീഫോം ആവുന്നുണ്ട്. ഓക്കെ, ഈ ഡീഫോർമേഷൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത്, അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ അതൊക്കെ ചേഞ്ച് ആകുന്നുണ്ട്. ഓക്കെ, ആ പറയുന്ന ചേഞ്ചസ്, ഡീഫോർമേഷൻ ഉണ്ടാകുന്ന ആ മേക്ക് ചെയ്യുന്ന ചേഞ്ചസ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനെ വേരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റിൽ എന്തുണ്ട്? ഒരു ഡീഫോർമേഷൻ ഫോം ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് അതിന്റെ ലെങ്ത്തിനെ അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയയിലൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. ഈ പറയുന്ന ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് എങ്ങനെയായിരിക്കും ചേഞ്ച് ആവുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രെയിൻ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്ന റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നത് എങ്ങനെയായിരിക്കും? ആ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രെയിൻ, എത്രത്തോളം ഒബ്ജക്റ്റിൽ നമുക്ക് സ്ട്രെയിൻ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയുന്നത് ഈ റെസിസ്റ്റൻസിന്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രെയിൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒബ്ജക്റ്റിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ ഒരു സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ടിപ്പിക്കലി നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ ഒരു ഒബ്ജക്റ്റിന്റെ സർഫേസിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്ട്രെയിൻ ഗേജ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒബ്ജക്റ്റ് ഡീഫോം ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സെയിം ഡീഫോർമേഷൻ നമുക്ക് ഈ പറയുന്ന സ്ട്രെയിൻ ഗേജിലും എക്സ്പീരിയൻസ് ആവുകയും അതിനനുസരിച്ച് നമ്മുടെ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ ഫ്ലക്ച്വേഷൻ ആണ് നമുക്ക് എന്ത് ഈ സ്ട്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് ഈ ഫ്ലക്ച്വേഷൻ വഴി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതെന്ന് പറയുന്നത് എന്താവുന്നുണ്ട്? ആ ഒരു സ്ട്രെയിൻ ഗേജിന്റെ ഓപ്പറേഷൻ നമുക്ക്, അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെയിൻ കാരണം നമുക്ക് അവിടെ ഒരു ഓപ്പറേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്ലെക്സിബിൾ ബാക്കിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്, ഒരു ടൈനി വയർ അല്ലെങ്കിൽ ഒരു ഫോയിലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ പാക്കിംഗ് മെറ്റീരിയൽ ആണ് ഉള്ളത്. അത് നമുക്ക് ചിലപ്പോൾ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കാം, അതായത് കോപ്പറോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റനോ അതൊക്കെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വയർ അല്ലെങ്കിൽ ഫോയിൽ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെയിൻ ഗേജിലേക്ക് നമ്മളൊരു മെക്കാനിക്കൽ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഈ പറയുന്ന വയർ, ഒന്നില്ലെങ്കിൽ കോപ്പറോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹൈലി കണ്ടക്റ്റീവ് ആയിട്ടുള്ള വയർ എന്ത് ചെയ്യുന്നുണ്ട്? ഡീഫോം ആകുന്നുണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അതിന്റെ ലെങ്ത്തും അല്ലെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിലും ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താകുന്നുണ്ട്? ആ ഒരു സൈസ് ചേഞ്ചിന്റെ ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയോ അല്ലെങ്കിൽ ലെങ്ത്തിലോ ചേഞ്ചസ് വരുമ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിലും നമുക്ക് ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ ചേഞ്ച് നമുക്ക് വീറ്റ്സോൺ ബ്രിഡ്ജ് യൂസ് ചെയ്ത്, നമുക്കറിയാം വീറ്റ്സോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് വീറ്റ്സോൺ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെയിൻ ഗേജ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ കൂടുതലായിട്ട് വീറ്റ്സോൺ ബ്രിഡ്ജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് നമുക്ക് വീറ്റ്സോൺ ബ്രിഡ്ജ് നമുക്ക് അറിയുന്നതാണ്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് വീറ്റ്സോൺ ബ്രിഡ്ജ് ഉണ്ടാകുന്നത് അല്ലെ. ഇതില് ഈ 4 റെസിസ്റ്റൻസിന്റെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്ട്രെയിൻ ഗേജ് ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കി റിമൈനിങ് 3 ആംസ്, അതായത് ഇപ്പൊ നമ്മളിപ്പോ സപ്പോസ് ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്തിട്ടെങ്കിൽ ബാക്കി ഈ പറയുന്ന R1 ഓക്കെ ഈ 3 റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, ഫിക്സ്ഡ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് 3ന്റെ വാല്യൂ അറിയാം. അങ്ങനെ നമുക്ക് ഇവിടെ ഈ ചേഞ്ചസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സ്ട്രെയിൻ ഗേജിൽ ഉണ്ടാകുന്ന ആ വേരിയേഷൻ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ വീറ്റ്സോൺ ബ്രിഡ്ജിൽ നമുക്ക് ഒരു ഇംബാലൻസ് വരികയാണെങ്കിൽ നമുക്ക് ആ സ്ട്രെയിൻ ഗേജിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, a little electrical output signal that is proportionate to the applied strain is produced by the imbalance. അപ്പൊ ആ ഒരു വീറ്റ്സോൺ ബ്രിഡ്ജിൽ വരുന്ന ഇംബാലൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, നമുക്ക് ആ ഒരു സ്ട്രെയിൻ ഗേജിൽ നിന്നും കിട്ടുന്ന ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കാരണമാണ് നമുക്ക് അവിടെ ഒരു ഇംബാലൻസ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കൊരു സ്ട്രെയിൻ ഗേജിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു സ്ട്രെയിൻസ് മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയാണ്, സ്ട്രെസ് കണ്ടുപിടിക്കാം, ലോഡ്, അതുപോലെ തന്നെ ഡീഫോർമേഷൻ, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻഡസ്ട്രീസിലെ ഒരുപാട് ഇൻഡസ്ട്രീസിൽ അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസില്, ഓട്ടോമോട്ടീവ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ്, സ്ട്രെയിൻ ഗേജസ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ ഗേജിൽ വരുന്ന ആ ഒരു ഫിഗർ ആണ് നമുക്കിത് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഗേജ് ബാക്കിംഗ് ആണ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് റെസിസ്റ്റീവ് ഫോയിൽ എന്ന് പറയുന്നത്. Then these are the solder pads. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക്കൽ വയേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് സ്ട്രെയിൻ ഗേജിന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന സ്ട്രെയിൻ ഗേജിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, ഹൈ സെൻസിറ്റിവിറ്റി ആണ്. ഓക്കെ, ഇതൊരു എക്സലന്റ് സെൻസിറ്റിവിറ്റി ആണ്. അപ്പൊ നമുക്ക് അക്യുറേറ്റ്, അതായത് ഒരു ചെറിയൊരു മൈനോർ ഡീഫോർമേഷൻ ആണെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗില് അതിന്റെ സ്ട്രക്ചറൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് വേഴ്സാറ്റിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വേരിയസ് മെറ്റീരിയൽസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കോൺക്രീറ്റില്, സ്റ്റീലില്, കോമ്പോസിറ്റ്സ് മേക്കിംഗ് ദ വെർസൈറ്റ്, അതായത് നമുക്ക് എഞ്ചിനീയറിംഗിന്റെ പല വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ പറയുന്നത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓക്കെ, സ്ട്രെയിൻ ഗേജ് നമുക്ക് വളരെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ വേറെ കുറെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ സപ്പോസ് എക്സ്റ്റൻസോമീറ്റേഴ്സ് അങ്ങനെ പലതും യൂസ് ചെയ്യുമ്പോൾ നമുക്കത് എക്സ്പെൻസീവ് ആണ്, നമുക്കത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ ഈ പറയുന്ന കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രെയിൻ ഗേജ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇൻഎക്സ്പെൻസീവ് ആണ് ഈ പറയുന്ന എക്സ്റ്റൻസോ ഇത്, അല്ലെങ്കിൽ റീയൂസബിൾ ആണ് അല്ലെ, മൾട്ടിപ്പിൾ മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് ഈ പറയുന്ന സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്തിട്ട് പോസിബിൾ ആണ്. അടുത്തത് റിയൽ ടൈം മോണിറ്ററിംഗ്. ഓക്കെ, സ്ട്രെയിൻ ഗേജ് നമുക്ക് ഒരു റിയൽ ടൈം ഡേറ്റയാണ് തരുന്നത്. അതായത് നമുക്ക് നൗഡേയ്സ് നമുക്ക് ഇപ്പോൾ വരുന്നതിൽ എന്താണോ റിയൽ ആയിട്ട് വരുന്ന വാല്യൂസ് അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും അല്ലെ. സോ എന്തൊക്കെയാണ് നമുക്ക് നോക്കൂ, ഇൻസ്റ്റലേഷൻ കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇൻസ്റ്റലേഷൻ കോംപ്ലക്സിറ്റി. സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, അതായത് കുറച്ച് നമുക്ക് കൂടുതൽ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ പ്രിസിഷൻ ഒക്കെ ആവശ്യമാണ് നമുക്ക്. ഓക്കെ, അതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അറിവ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ അറ്റാച്ച്മെന്റ് അതിനെല്ലാം നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് സസെപ്റ്റബിൾ ടു എൻവയറൺമെന്റൽ ഫാക്ടേഴ്സ്. വളരെ സെൻസിറ്റീവ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വൈബ്രേഷൻ, ഇതിനെല്ലാം ഈ പറയുന്ന സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ് വരികയാണെങ്കിൽ, ടെമ്പറേച്ചർ കാരണോ ഹ്യൂമിഡിറ്റി കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അതും നമുക്ക് സ്ട്രെയിൻ ആയിട്ട് ഇതിലേക്ക് ആഡ് ആയി വരും. അപ്പൊ നമുക്ക് അക്യുറസിയിൽ ചില പ്രോബ്ലംസ് വരുന്നുണ്ടാവും. ഓക്കെ, അടുത്തത് ലിമിറ്റഡ് മെഷർമെന്റ് റേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് മെഷർമെന്റ് റേഞ്ച് ഉണ്ടാകും. അതിന്റെ മുകളിലേക്കോ അതല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള റേഞ്ചസ് നമുക്ക് വാല്യൂസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അടുത്തത് വൾനറബിലിറ്റി ടു ഡാമേജ്. സ്ട്രെയിൻ ഗേജ് നമുക്ക് പെട്ടെന്ന് ഡാമേജ് ആകാം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസുകളുടെ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും
ആക്സിഡന്റൽ ഇമ്പാക്ട്സോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഈ സ്ട്രെയിൻ ഗേജ് ഡാമേജ് ആകുന്നതിന് പോസിബിലിറ്റീസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ട്രെയിൻ ഗേജിൽ ടെമ്പറേച്ചർ കാരണം നമ്മൾ പറഞ്ഞു വളരെ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു നമ്മൾ അല്ലെ. ടെമ്പറേച്ചർ കാരണം നമുക്ക് എന്തൊക്കെ വേരിയേഷൻസ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഒരു ഗേജിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗേജിന്റെ റെസിസ്റ്റൻസിനെ ഇഫക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന് നമുക്ക് അറിഞ്ഞു അല്ലെ. ഇപ്പൊ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് റെസിസ്റ്റൻസ് റെഡ്യൂസ് ആകും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഓൾ കണ്ടക്ടേഴ്സിന്റെയും ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യുന്നതിന് സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു സെൽഫ് ടെമ്പറേച്ചർ കോമ്പൻസേറ്റഡ് അല്ലെങ്കിൽ ഒരു ഡമ്മി സ്ട്രെയിൻ ഗേജ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ വേരിയേഷൻസ് നമുക്ക് ഓവർകം ചെയ്യണം ആ പ്രോബ്ലംസ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡമ്മി സ്ട്രെയിൻ ഗേജ് ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എവിടെ എങ്ങനെയാ പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ഗേജ് ഒക്കെ നമ്മൾ പറഞ്ഞു ആ ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലോയ് വെച്ചിട്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് നമുക്ക് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ചില സ്ട്രെയിൻ ഗേജുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഐസോ എലാസ്റ്റിക് അലോയ്, അതായത് ചില കേസിൽ നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റന്റൻസ് അലോയ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ അവിടെ ടെമ്പറേച്ചർ വേരിയേഷൻ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡമ്മി ഗേജ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേസ് ഓഫ് R2 അതായത് R2 റെസിസ്റ്റൻസിന് പകരമായിട്ട് ആ ഒരു ക്വാർട്ടർ ബ്രിഡ്ജ്, നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ അതിന്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. അവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ഡമ്മി ഗേജ് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടെമ്പറേച്ചർ കോമ്പൻസേഷൻ ഡിവൈസ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന R2ന്റെ പ്ലേസിലായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ ചേഞ്ച് വരികയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് സെയിം പ്രപ്പോർഷനിൽ 2 ആമുകളിലും നമുക്ക് ആ ഒരു റിയോസ്റ്റാറ്റിന്റെ 2 ആമുകളിലും നമുക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ആ ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ സ്റ്റേറ്റ് ഓഫ് ബാലൻസിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ടെമ്പറേച്ചർ ചേഞ്ച് ആവുകയാണെങ്കിൽ 2 റെസിസ്റ്റൻസും വേരി ആവുകയും അത് അതിന്റെ ഒരു ബാലൻസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ നമുക്ക് നള്ളിഫൈ ചെയ്യാനായിട്ട് അതിന്റെ വഴിയായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആ വോൾട്ടേജ് ലോ ആക്കാൻ പറ്റും. അപ്പൊ സെൽഫ് ഹീറ്റിംഗ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ആ പറഞ്ഞൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ R1, R2, R3, R4 ആണ് അല്ലെ. അപ്പൊ സോറി R1, R3, R2, R4 എന്നാണ്. അപ്പൊ R2ന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു എക്സ്ട്രാ ടെമ്പറേച്ചർ കോമ്പൻസേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ 2 സ്ട്രെയിൻ ഗേജ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റിനെ നമുക്ക് എന്തെന്ന് പറയാം, ക്വാർട്ടർ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 അറേഞ്ച്മെന്റ് കൂടി ഉണ്ട്, അവിടെ ഹാഫ് ബ്രിഡ്ജും അതുപോലെ തന്നെ ഫുൾ ബ്രിഡ്ജ് കോൺഫിഗറേഷനും വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ക്വാർട്ടർ ബ്രിഡ്ജിനേക്കാൾ കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ളതായിരിക്കും. ഓക്കെ, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന ക്വാർട്ടർ ബ്രിഡ്ജ് സർക്യൂട്ട് ആണ് നമ്മൾ സ്ട്രെയിൻ മെഷർമെന്റ്സിന് സിസ്റ്റത്തിലായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എവിടെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. എഞ്ചിനീയറിംഗ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസിൽ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും മെഷർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ സെൻസേഴ്സിൽ, ഫോഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സിൽ, ടോർക്ക് സെൻസേഴ്സിൽ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ എക്സ്പെരിമെന്റൽ അനാലിസിസ് ആയിട്ടുള്ള എയറോസ്പേസ്, ഓട്ടോമോട്ടീവ്, സിവിൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്, അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്ന സ്ട്രെയിൻ ഗേജിന് ഉള്ളത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ലോഡ് സെൽ ആണ്. ഓക്കെ, ഇപ്പൊ ഒരു ലോഡ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സെൻസർ ആണ്. ഓക്കെ, അതായത് ആ ഒരു ഫോഴ്സോ അല്ലെങ്കിൽ വെയിറ്റിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സെൻസർ ആണ് ലോഡ് സെൽ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ ഒരു എഫക്റ്റീവ് ഡിസൈൻ ആണ് നമുക്കുള്ളത്. അത് നമുക്ക് എന്താ പറ്റും, കൂടുതൽ ട്രാൻസ്ഫറൻസ് ആണ് നമുക്ക് വരുന്നത്. ഒരു അപ്ലൈഡ് ഫോഴ്സിന് ബിറ്റ്വീനായിട്ട് നമുക്കൊരു കൂടുതൽ നോൺ ട്രാൻസ്ഫറൻസ് ആണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ ഡീഫോർമേഷൻ, അതുപോലെ തന്നെ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ ഡിസൈൻ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ലോഡ് സെൽ അനാട്ടമി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫിഗറും ഇത് നടന്നത് ക്രോസ് സെക്ഷനിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ലോഡ് ഇൻട്രൊഡക്ഷൻ ആണ്, ഇത് മൗണ്ടിംഗ് ഹോൾസ്, ദിസ് ഈസ് കേബിൾ ഗ്ലാൻഡ്, പ്രൊട്ടക്റ്റീവ് പ്ലോട്ടിംഗ്, മെയിൻ ബോഡി. ഓക്കെ, ഇത് അതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമുക്ക് ലോഡ് സെൽ അനാട്ടമിയുടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു എൻഡ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു ബേസ് ആയിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് എന്താണ് നമ്മൾ അതിനൊരു ഫ്രീ ടു അറ്റാച്ച്, അതായത് വെയിറ്റ് നമുക്ക് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്,
സ്ലൈറ്റ്ലി അണ്ടർ ദ സ്ട്രെയിനിലായിരിക്കും നമുക്ക്. അപ്പൊ അതെന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിഷിംഗ് റോഡ് വെൻ എ ഫിഷർമാൻ ഹുക്സ് എ ഫിഷ്. ഇപ്പൊ നമ്മളൊരു ഫിഷിംഗ് റോഡിൽ ഇപ്പൊ നമ്മളൊരു മീൻ പിടിക്കുന്ന ഒരു ചൂണ്ടയിടില്ലേ, അതിൽ പെട്ടെന്ന് ഒരു മീൻ വന്ന് കൊളുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും അതിലൊരു ഫീൽ വരുന്നത്, അതേപോലെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന ലോഡ് സെല്ലിന്റെ ഒരു എൻഡിൽ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോഡ് സെൻസറിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇതാണ് വരുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല, നമ്മുടെ നേക്കഡ് ആയി നമുക്ക് അത് വിസിബിൾ ആയിരിക്കില്ല. പക്ഷെ അതെന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ലോഡ് സെൽ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അപ്പൊ അതിലുണ്ടാവുന്ന ഡീഫോർമേഷൻ അതുപോലെ തന്നെ സ്ട്രെയിൻ ഗേജ് ആണ് നമ്മൾ കൂടുതലായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സെല്ലിന്റെ പ്രീ ഡിറ്റർമൈൻഡ് പോയിന്റിൽ നമ്മൾ ടൈറ്റ് ആയിട്ട് ബോണ്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഡീഫോം എന്തെങ്കിലും വരികയാണെങ്കിൽ, ആ ബോഡി ആയിട്ട് ഡീഫോം വരികയാണെങ്കിൽ നമുക്കത് ആ ഒരു ഡീഫോർമേഷനും കൂടി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ ഈ ഒരു റിസൾട്ടിംഗ് മൂവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ടോട്ടൽ ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് ചേഞ്ച് ആവുകയും ആ സ്ട്രെയിൻ ഗേജിൽ ഉണ്ടാകുന്ന ആ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് എത്രത്തോളം ഡീഫോർമേഷൻ നമുക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് സ്ട്രെയിൻ ഗേജിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരുന്നത്. ഓക്കെ അതേപോലെ തന്നെ സിഗ്നൽ കണ്ടീഷനിങ് ഇലക്ട്രോണിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എത്രത്തോളം വെയിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ഫോഴ്സ് അതിലുണ്ടെന്നുള്ളത് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അപ്പൊ നമുക്ക് ഒരു ലോഡ് സെല്ലിന്റെ ടെക്നോളജി എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ടിപ്പിക്കൽ ലോഡ് സെൽസിൽ നമുക്ക് രണ്ട് പാർട്ടുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് അതിന്റെ മെയിൻ ബോഡി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇതാണ് അതിൽ വരുന്ന മെയിൻ രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്താണോ അല്ലെങ്കിൽ ഏത് ഫോഴ്സോ അല്ലെങ്കിൽ എന്ത് വെയിറ്റ് ആണോ അല്ലെങ്കിൽ എന്താണോ നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് അതായിരിക്കും നമ്മൾ അവിടെ നിൽക്കുന്നത് അല്ലെ. ടിപ്പിക്കലി അതെന്ന് പറയുന്നത് ഒരു ഹൈ ഗ്രേഡ് സ്റ്റീൽ അല്ലെങ്കിൽ ഒരു അലുമിനിയം ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മെക്കാനിക്കൽ റിലയബിലിറ്റി നോക്കണം, അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ യൂണിഫോം സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ഈ പറയുന്ന മെയിൻ ബോഡി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഹൗസ്ഡ് വിത്തിൻ ദ ലോഡ് സെൽ, അതായത് ആ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മെയിൻ ബോഡി ആയിട്ട് ടൈറ്റ്ലി ബോണ്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് എന്താകും, സ്ട്രെയിൻ ഗേജ് ഉണ്ടാകും. അത് നമ്മുടെ സ്പെഷ്യൽ പാർട്ട് ഓഫ് സർക്യൂട്ട് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഡീഫോർമേഷൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സ്ട്രെയിൻ ഗേജ് ഉള്ളത്. ഓക്കെ നോക്കൂ, ഇതാണ് നമുക്ക് പറഞ്ഞ ആ ഒരു ലോഡ് സെല്ലിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ വേരിയേഷൻ നമുക്ക് ഈ പറയുന്ന സ്ട്രെയിൻ മീറ്റർ വഴി നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ആ സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിഗർ ആണ് ഇവിടെ. അപ്പൊ ഇവിടെ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന വേരിയേഷൻ ആ ഒരു ഡീഫോർമേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അതിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസിൽ വരുന്ന വേരിയേഷൻ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്ട്രെയിൻ മീറ്റർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഇനി നമുക്ക് മെയിൻ കുറച്ച് ലോഡ് സെല്ലുകൾ കുറെ ഷേപ്പുകൾ അതുപോലെ തന്നെ ഡിഫറെന്റ് സൈസുകൾ വരുന്നുണ്ട്. അപ്പൊ മെയിൻ നമുക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പുകൾ ഏതൊക്കെയാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ദ എസ് ഷേപ്ഡ് ആണ്. ഓക്കെ അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ടെൻഷൻ ആൻഡ് കംപ്രഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സസ്പെൻഡഡ് ആയിട്ടുള്ള ലോഡുകളിലാണ് നമ്മൾ ഈ പറയുന്ന ലോഡ് സെല്ല് യൂസ് ചെയ്യുന്നത്. ഓക്കെ അടുത്തത് മിനിയേച്ചർ കംപ്രഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു റിസ്ട്രിക്റ്റഡ് സ്പേസുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അടുത്ത തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ടെൻഷൻ ലിങ്ക്സ് ആണ്. ഇതെന്ന് പറയുന്നത് ക്യാപ്പബിൾ ഫോർ മെഷറിംഗ് ദ ലോഡ്സ് ഓൺ കേബിൾസ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് റോഡ്സ് ഇതിലൊക്കെ വരുന്ന ആ ഒരു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻഷൻ ലിങ്ക്സ് എന്നുള്ള ടൈപ്പ് ഓഫ് ലോഡ് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ബെൻഡിങ് ബീം. ഇതെന്ന് പറയുന്നത് ഒരു ലോ പ്രൊഫൈൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് സ്പേസിലുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടൈപ്പ് ഓഫ് ബെൻഡിങ് ബീം ടൈപ്പ് ഓഫ് ലോഡ് സെൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ലോഡ് സെല്ലുകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്ട്രെയിൻ ഗേജ് അതുപോലെ തന്നെ ലോഡ് സെൽ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ താങ്ക് യു.